റെഡിയാക്കാനായിട്ട് ബാറ്റർ തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര കാരമൽ ചെയ്ത് വെക്കണം. എന്നിട്ട് അത് തണുത്തിട്ട് വേണം നമുക്ക് കേക്കിൻ്റെ ബാറ്ററിനകത്തേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ കാരമൽ ചെയ്യാനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാൻ എടുക്കുക. ഞാനിപ്പോൾ നല്ലൊരു ഫ്രൈ പാനാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ കാരമൽ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് സിമ്മിനകത്ത് ഇട്ടിട്ട് വേണം കാരമൽ ചെയ്യാനായിട്ട്. ഇപ്പോൾ തീരെ ഫ്ലെയിം കുറവാണെങ്കിൽ ഒന്ന് മീഡിയത്തിലാക്കുക, എന്നിട്ട് പിന്നെയും സിമ്മിനകത്തേക്ക് ആക്കുക. ഇത് ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതേപോലെ മെൽറ്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഇതൊരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു വിസ്കർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നാലാണ് ഈവനായിട്ട് എല്ലാ ഭാഗവും കാരമലായിട്ട് കിട്ടത്തുള്ളൂ. ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വേണ്ടി വരും ഇത് നന്നായിട്ടൊന്ന് കാരമലായിട്ട് നമ്മുടെ ഉദ്ദേശത്തിനുള്ള കളറായിട്ട് വരാനായിട്ട്. ഇതിപ്പോൾ കാരമലാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്, നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്തോട്ട് ഞാനിവിടെ 1/2 കപ്പ് ചൂടുവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഒഴിക്കാൻ പോവാണ്. ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആവി മുകളിലേക്ക് പൊന്താനുള്ള സാധ്യതയുണ്ട്. ഇത് സെയിം സ്പൂൺ വിസ്കർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക സിമ്മിനകത്തിട്ടിട്ട്. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത് കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യുക, എന്നിട്ട് തണുക്കാനായിട്ട് എടുത്ത് വയ്ക്കുക. അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല പൊടിച്ചെടുക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു പീസ് ചുക്ക് എടുത്തിട്ടുണ്ട്. ചുക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. ഒരു കുഞ്ഞ് 2 പീസ് പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഉണ്ടയാണ് ജാതിയുടെ, അതിൻ്റെ തല്ലി പൊട്ടിച്ചിട്ട് ഒരു ചെറിയ പീസ് എടുത്തതാണ്. പിന്നെ അതേപോലെ തന്നെ 2 ജാതിപത്രം എടുത്തിട്ടുണ്ട്. ഇതും ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ഒരു സ്റ്റാർ തക്കോലം എടുത്തിട്ടുണ്ട്, അത് കുഞ്ഞൊരു പീസാണ്. പിന്നെ 2-3 കരയാമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ പഞ്ചസാര പൊടിക്കാൻ പോവാണ്. അത് 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര പൊടിക്കണത്. അത് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് പഞ്ചസാര വരെ ആവാം. ഇതിനകത്തിട്ടിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ മസാലയെല്ലാം പൊടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ തരി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പൊടിച്ചെടുത്തിട്ട് അരിച്ചെടുത്താലും മതി. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കാം. നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഞാനിപ്പോൾ കുറച്ച് റൈസിൻസ് എടുത്തിട്ടുണ്ട്, ഗോൾഡൻ. അത് ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യും. പിന്നെ ഇതിലേക്ക് എടുക്കുന്നതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ വേണ്ടതെന്നുണ്ടെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറി ആഡ് ചെയ്യുന്നുണ്ട്. അത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് ആപ്രിക്കോട്ട്സ് ആണ്, അത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തതാണ്. ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഈന്തപ്പഴം വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം. ഇതിനകത്തേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ പൊടിക്കകത്തിട്ട് നമ്മുടെ ഫ്രൂട്ട്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന പ്ലം കേക്ക് അല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതേമാതിരി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ടയാണ് എടുക്കുന്നത്, 1 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 മുട്ട. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊരു വിസ്കർ വെച്ചിട്ട് അല്ലെങ്കിൽ ഫോർക്ക് ഇങ്ങനെ വെച്ചിട്ട് 1-1.5 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് പതഞ്ഞ് വരും. നിങ്ങൾ ഹാൻഡ് ബ്ലെൻഡറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നാവും കേട്ടോ. ഇതായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞോണം 2 കപ്പിനാണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇരട്ടിയായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ 2 മുട്ട ഉപയോഗിക്കാം. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന പൊടികളെല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ആ സമയം നിങ്ങൾ മസാലകളും നിങ്ങൾക്ക് അതിനകത്തിട്ടിട്ട് വേണമെങ്കിൽ അരിച്ചെടുക്കാം. ഇപ്പോൾ സെപ്പറേറ്റാണ് പൊടിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പഞ്ചസാരക്കകത്തിട്ട് പൊടിച്ചണ കാരണം ഞാൻ നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. തരികൾ വരാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ച്, അത് മുഴുവൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാരമലിൻ്റെ സോസ് ചേർത്ത് കൊടുക്കാം. അത് 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട്, അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പാണ് നമുക്കിപ്പോൾ ബാക്കിയായിട്ട് വന്നിരിക്കുന്നത്. അത് 1 മിനിറ്റ് തിളപ്പിച്ചെടുത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വറ്റി വരുമ്പോൾ 3/4 കപ്പോളമാണ് വരിക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ട് വരും. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്തോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. അത് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ ഒക്കെ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അത് 2 ടേബിൾ സ്പൂണാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്.
പിന്നെ അതിനകത്തോട്ട് നമുക്ക് നാരങ്ങ ഓറഞ്ചാണ് അതിൻ്റെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജ്യൂസ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തോട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുക. അത് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. നന്നായിട്ട് അങ്ങനെ ബീറ്റ് ചെയ്യുക മിക്സ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട. ഈ സമയം നിങ്ങൾ ഓവൻ അവിടെ റെഡിയാക്കാൻ വെക്കണം. ഞാനിത് ഓവനകത്താണ് ചെയ്യുന്നത്. കുക്കറിനകത്താണെങ്കിലും നിങ്ങൾക്ക് സെയിം പ്രോസസ്സിൽ തന്നെ ചെയ്താൽ മതി. ഓവൻ ഞാനവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് അവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. അതേപോലെ തന്നെ ബേക്കിംഗ് ട്രേ ഞാനവിടെ എണ്ണയൊക്കെ പുരട്ടി പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുക്കറിനകത്താണ് ചെയ്യണമെങ്കിൽ കുക്കർ ഒരു 10 മിനിറ്റ് സിമ്മിനകത്തിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. ഉപ്പൊക്കെ ഇട്ടിട്ട് എന്നിട്ട് റിങ് ഇറക്കി വെക്കുക. എന്നിട്ട് ഈ ബേക്കിംഗ് ട്രേ ആ കുക്കറിനകത്തിട്ടിട്ട് ഇതേപോലെ തന്നെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കുക്കറിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ വിസിലൊന്നും ഇടരുത്. വിസിലിട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇടാണ്ട് നിങ്ങൾ വേണം കുക്കറിനകത്തിട്ടിട്ട് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിനകത്ത് ബബിൾസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്തിട്ടും ബബിൾസ് പോകണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു സ്കീവർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ഈർക്കിൽ വെച്ചിട്ട് ചെയ്ത് കൊടുത്താലും മതി. എല്ലാ ബബിൾസും പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഓവനിൽ വെച്ച് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഓവനിൽ വെച്ച് വേവിച്ചെടുത്ത് നന്നായിട്ട് തണുത്ത് വന്നതാണ്. ചൂടൊട്ടും തന്നെയില്ല. ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എല്ലാതും റൂം ടെമ്പറേച്ചറിലുള്ളത് ഉപയോഗിക്കുക. ഞാനിവിടെ ഉപയോഗിച്ച ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതുകൊണ്ടാണ് മുകൾ ഭാഗം ഒന്ന് വിണ്ടുപോയത്. ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചാണ് കാരണം പെട്ടെന്ന് തന്നെ അത് പോന്നോളും. നമ്മുടെ അടിഭാഗം കരിഞ്ഞു പോവുക ഒന്നും ചെയ്തിട്ടില്ല. ഇനി ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. ഈ ഒരു കളറിലാണ് എൻ്റെ കേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കളർ ഒന്നുകൂടി ബ്രൗൺ ആക്കണമെന്നുണ്ടെങ്കിൽ കാരമൽ ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്രൗൺ ആക്കി എടുത്താൽ മതി. ഇത് നമുക്ക് മുറിച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് കേക്കാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പ്ലം കേക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഞങ്ങൾ ആകെ ഇവിടെ പനി പിടിച്ച് കൊച്ചുങ്ങൾക്കും എനിക്ക് എല്ലാവർക്കും പനി പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പ്ലം കേക്കിൻ്റെ വീഡിയോ ഇത്രയും ലേറ്റ് ആയതും സോക്ക് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്ന കേക്ക് എനിക്ക് ഇടാൻ പറ്റാതിരുന്നതും. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ പറ്റുകയാണെങ്കിൽ ഞാനത് ചെയ്യാം. എന്തായാലും ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കൊരു 3-4 കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ എന്തായാലും കേക്ക് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കേക്ക് റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന നല്ലൊരു കേക്കാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു ക്രിസ്മസും നല്ലൊരു ന്യൂ ഇയറും എല്ലാവർക്കും ആശംസിക്കുന്നു.